ആസ്ഫാല്യന്താം ധനൂംഷ്യുച്ചൈഃ ക്വണന്തു ഗുണപങ്ക്തയഃ ഭവന്തു ജലദശ്യാമാഃ കകുഭഖണ്ഡമണ്ഡലൈഃ. ആസ്ഫാല്യന്താം ധനൂംഷി, വില്ലുകളൊക്കെ എടുക്കൂ. ആയുധപ്പുരകളിൽ നിന്ന് വില്ല്, അമ്പ് മുതലായ ആയുധങ്ങൾ, ഈട്ടി, കുന്തം, ഇതൊക്കെ പുറത്തെടുക്കൂ. ആ വില്ലൊക്കെ ശേഖരിച്ച് അവയിൽ ഞാൺ വലിച്ചു കെട്ടു. എന്നിട്ട് ആ ഞാണൊലി കൊണ്ട് ദിക്കുകൾ മുഖരിതമാകട്ടെ. ഭവന്തു ജലദശ്യാമാ കകുഭഖണ്ഡമണ്ഡലൈഃ. ജലദശ്യാമാഹ, കാർമേഘങ്ങളെപ്പോലെ പടച്ചട്ടയണിഞ്ഞ നമ്മുടെ വീരന്മാർ, ഭടന്മാർ 4 ദിക്കും വ്യാപിക്കട്ടെ. അവർ ശത്രുക്കളുമായി ഏറ്റുമുട്ടട്ടെ. സ്ഫുരജ്യാവിദ്യുതശൂരവാരിത ഘനഗർജിതാഃ നാരാചധാരാ മുഞ്ചന്തു കചത്കോദണ്ഡകുണ്ഡലാഃ. സ്ഫുരജ്യാവിദ്യുതഃ ശൂരവാരിതാഃ ഘനഗർജിതാഃ. ശൂരന്മാർ കാർമേഘങ്ങളെപ്പോലെ, ഇടിനാദം പോലെയുള്ള ആ ശബ്ദം മുഴക്കിക്കൊണ്ട് അവരുടെ ഞാണൊലി കൊണ്ട് തന്നെ ശത്രുക്കൾ ഭയന്നോടട്ടെ. അസ്ത്രവർഷം പെയ്യട്ടെ, മഴ പോലെ അസ്ത്രങ്ങൾ വിസർജിക്കപ്പെടട്ടെ. കചത് കോദണ്ഡകുണ്ഡലാഹ, ശത്രുപക്ഷത്തിൻ്റെ കയ്യിലും കോദണ്ഡം, വില്ലുണ്ട്. അവർ തിളങ്ങുന്ന കുണ്ടലങ്ങൾ ധരിച്ചിരിക്കുന്നവരാണ്. ഒന്നും നോക്കേണ്ട കാര്യമില്ല, അസ്ത്രം മഴ പോലെ പൊഴിയട്ടെ. അതിനു വേണ്ട നിർദ്ദേശം അങ്ങ് നൽകണം. കാരണം രാജാവ് ആജ്ഞാപിച്ചാൽ മാത്രമേ യുദ്ധം തുടങ്ങാൻ പറ്റൂ. അങ്ങ് ഓക്കെ പറയണം, ആജ്ഞാപിക്കണം എന്നാണ് ഈ മന്ത്രിമാരുടെ ഗണം രാജാവിനോട് നിർദ്ദേശിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് രാജാവ് എന്താ ചെയ്തത്? രാജോവാച, രാജാവ് പറഞ്ഞു, ഗമ്യതാം സങ്കരായാശു സംവിധാനം വിധീയതാം സ്നാത്വാഹം പൂജയിത്വാഗ്നിം നിർഗച്ഛാമി രണാജിരം. സങ്കരായ ആശു ഗമ്യതാം, എല്ലാവരും യുദ്ധത്തിന് തയ്യാറായിക്കോളൂ. യുദ്ധമുഖത്തിലേക്ക് എല്ലാവരും യാത്രയായിക്കോളൂ. നമ്മുടെ സേനാനായകന്മാർ വിന്യസിക്കട്ടെ. ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് അഗ്നിയെ ആരാധിച്ചിട്ട് വരാം. കാരണം ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവൻ അഗ്നിയാണ്. അഗ്നിയെ ഉപാസിക്കുന്ന ഒരു ചക്രവർത്തിയായിരുന്നു ഈ വിപശ്ചിത്ത് എന്ന പേരോട് കൂടിയ ചക്രവർത്തി. അപ്പം ഞാൻ വേഗത്തിൽ ഒരു കുളിയും കഴിഞ്ഞ് അഗ്നിയെ പൂജിച്ചിട്ട് നിർഗച്ഛാമി രണാജിരം, പോർക്കളത്തിലേക്ക് ഞാനും പോകുന്നുണ്ട്. ഇത്യുക്ത്വാ നൃപതിസ്നാതോ മഹാരംഭോപി സക്ഷണാത് പ്രാവൃഷീവനവോദ്യാനം ഗംഗാജലധരൈർഘടൈഃ. ഇങ്ങനെ പറഞ്ഞിട്ട് രാജാവ് ആ അത്യധികം ഭയം ജനിപ്പിക്കുന്ന പരിതസ്ഥിതിയിൽ പോലും പെട്ടെന്നൊരു കുളി പാസാക്കി. കുളിക്കാനൊക്കെ സമയമുണ്ടോ, ദേവനെ പൂജിക്കാനുള്ള സമയമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതൊക്കെ അദ്ദേഹം പൂർത്തിയാക്കി. ക്ഷണനേരം കൊണ്ട് എല്ലാം കഴിഞ്ഞു. പ്രാവൃഷീവൻ അവോദ്യാനം ഗംഗാജലധരൈർഘടൈഃ. ഗംഗാജലം നിറച്ച കുടങ്ങൾ കൊണ്ട് മഴ പൊഴിയുന്നത് പോലെ രാജാവിൻ്റെ ശിരസിലേക്ക് ധാരധാരയായി വെള്ളം ഒഴിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ കുളി. അങ്ങനെ ഗംഗാജലത്തിൽ സ്നാനം ചെയ്തു. അധ പ്രവിഷ്ടോഗ്നിഗൃഹം പൂജയിത്വാ ഹുതാശനം ആദരേണ യഥാശാസ്ത്രം ചിന്തയാമാസ ഭൂമിപഃ. എന്നിട്ട് അഗ്നിഗൃഹം, അതായത് ഈ അഗ്നിയെ ആരാധിക്കാനൊരു പൂജാമുറിയുണ്ട്, അതിനെയാണ് അഗ്നിഗൃഹം എന്ന് പറയുന്നത്. അവിടെ അഗ്നിയെ ജ്വലിപ്പിച്ച് ആ അഗ്നിയെ പൂജിക്കുകയും അഗ്നിയെ പ്രണമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഇദ്ദേഹം. അങ്ങനെ അഗ്നിഗൃഹത്തിൽ പ്രവേശിച്ച് ഹുതാശനെ പൂജിച്ചിട്ട് ആദരേണ യഥാശാസ്ത്രം, ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടതുപോലെ അഗ്നിയെ എങ്ങനെയാണോ ഉപാസിക്കേണ്ടത് ആ സമ്പ്രദായം ഒന്നും തെറ്റിക്കാതെ
അഗ്നിയെ വേണ്ട പോലെ പൂജിച്ചിട്ട് ചിന്തയാമാസ ഭൂമിപഹ, ആ ചക്രവർത്തി ആലോചിച്ചു. എന്താണ് ഈ വൈകിയ വേളയിൽ ആലോചിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ മനസ്സിലൂടെ പല വിചാരങ്ങളും എപ്പോൾ വേണമെങ്കിലും കടന്നു പോകാം. ഏതൊക്കെ ചിന്തകളാണ് ഒരു വ്യക്തിയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. ചിന്തയാമാസ ഭൂമിപഹ, ഭക്ഷ്യമാണാർത്ഥം ചിന്തയാമാസ. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ആ സമയത്ത് കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാണ് എന്നാണ് താഴെ പറയുന്നത്. പ്രജാഭ്യോ ദത്തമഭയം ആസമുദ്രസമുദ്രിതം ആക്രാന്തവസുധാപീഠാഃ പാദപീഠേ കൃതാദ്വിഷഃ. ഞാൻ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്തത്? പ്രജാഭ്യ ദത്തമഭയം, പ്രജകൾക്കൊക്കെ അഭയം നൽകി, അവരെ പലതരത്തിലുള്ള അഭയത്തിൽ നിന്നും ഞാൻ രക്ഷിച്ചു. ആസമുദ്രസമുദ്രിതം, ശാസനമുദ്രാസഹിതം, സമുദ്രമായിരുന്നു എൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തി. 4 ദിക്കിലും 4 കടലുകൾ, ആ കടലുകളായിരുന്നു എൻ്റെ സാമ്രാജ്യത്തിൻ്റെ അതിർത്തികൾ. അങ്ങനെ ഭൂമിയെ മുഴുവൻ ഞാൻ ഏകനായി ഭരിച്ചു. ആക്രാന്ത വസുധാപീഠാഹ, ഭൂമിയിൽ ഭരിച്ചിരുന്ന മറ്റ് രാജാക്കന്മാരെയൊക്കെ എൻ്റെ കാൽ കീഴിലാക്കി, ഞാൻ പാദപീഠത്തിലാക്കി. എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എൻ്റെ അടിമകളാക്കി മാറ്റി. പാദപീഠേ കൃതാദ്വിഷഃ, ശത്രുക്കളെയൊക്കെ ഞാൻ അമർച്ച ചെയ്തു. ആരും തലപൊക്കാതെയായി. എൻ്റെ നേരെ വിരൽ ഞൊടിക്കാൻ പോലും, വിരൽ ചൂണ്ടാൻ പോലും ആർക്കും ധൈര്യമില്ല എന്നുള്ള അവസ്ഥയിൽ ഞാൻ കൊണ്ടുചെന്നെത്തിച്ചു. ലതാഫ് ഫലഭരേണേവ നമിതാ ആക്രാന്തവസുധാപീഠ പാദപീഠേ കൃതാദ്വിഷഃ ലതാഫ് ഫലഭരേണേവ നമിതാ കകുഭോ ദശ. ധാരാളം കായ്കൾ ഉണ്ടായി. ആ കായ്കളുടെ ഭാരം കൊണ്ട് നമിച്ചിരിക്കുന്ന ഒരു വള്ളി, ഒരു ലത, വെയിറ്റ് കൊണ്ട് വലിയ വലിയ കായ്കൾ ഉണ്ടാകുമ്പോൾ അവയുടെ ഭാരം താങ്ങാൻ കഴിയാതെ വള്ളികൾ ഇങ്ങനെ താണു കിടക്കും. അതുപോലെ ഞാൻ എൻ്റെ ശത്രുക്കളെയെല്ലാം എൻ്റെ കാൽ കീഴിലാക്കി. അവരൊക്കെ എൻ്റെ ചൊൽപ്പടിക്ക് ഞാൻ കൊണ്ടുവന്നു. ഇങ്ങനെ 10 ദിക്കും, കകുഭോ ദശ, 8 ദിക്കുകളാണ് ഉള്ളത്. പിന്നെ മുകളിൽ താഴെ ഇങ്ങനെ 10 ദിക്ക്, അതായത് സകല ദിക്കിലും എൻ്റെ ഭരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റാരും എന്നെ എതിർക്കാൻ ധൈര്യപ്പെട്ടില്ല. പ്രജാചിത്തേന്ദു ബിംബേഷു ലിഖിതം ധവളം യശഃ ഭൂമാവാരോപിതാ കീർത്തിലതാ ത്രിപഥഗാമിനി. പ്രജകളുടെ മനസ്സാകുന്ന ചന്ദ്രബിംബങ്ങളിൽ എൻ്റെ വെളുത്ത നിറത്തിലുള്ള യശസ് വ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര കീർത്തിയുള്ളവനായി തീർന്നു. എൻ്റെ കീർത്തി കാരണമായി എൻ്റെ പ്രജകൾ എന്നെ ആദരിച്ചു, ബഹുമാനിച്ചു. അങ്ങനെ വെളുത്ത നിറത്തോടു കൂടിയ കീർത്തി ജനഹൃദയങ്ങളിൽ വ്യാപിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഭൂമാവാരോപിത കീർത്തിലത ത്രിപഥഗാമിനി. ത്രിപഥഗാമിനി എന്ന് പറഞ്ഞാൽ ഗംഗ എന്നാണ് അർത്ഥം. ഗംഗയെപ്പോലെ എൻ്റെ പ്രശസ്തി, എൻ്റെ കീർത്തി ത്രിഭുവനങ്ങളിലും വ്യാപിച്ചു. എൻ്റെ കീർത്തി എന്ന് പറയുന്നത് ഒരു ലതയെപ്പോലെയാണ്, വള്ളിയെപ്പോലെയാണ്. വള്ളി ഏത് ഭാഗത്ത് വേണമെങ്കിലും പടരാൻ കഴിവുള്ളതാണ്. അപ്പോൾ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിലും എൻ്റെ കീർത്തി വ്യാപിച്ചു. കോശവദ്ഭരിതാരത്നൈ സുഹൃന്മിത്രാര്യബന്ധവഃ നിപീതോർണവതീരേഷു നാളികേരരസാസവഃ. കോശവദ്ഭരിതാരത്നൈ, എൻ്റെ ഖജനാവിൽ ഇഷ്ടംപോലെ സ്വത്ത്, സ്വർണ്ണനാണയങ്ങൾ, നവരത്നങ്ങൾ, ഇവയൊക്കെ കൊണ്ട് എൻ്റെ ഖജനാവ് നിറഞ്ഞു. അതുപോലെ ധാരാളം നല്ല സുഹൃത്തുക്കൾ, ശ്രേഷ്ഠന്മാർ, ബന്ധുബാന്ധവന്മാർ, ഇവരൊക്കെ എന്നെ ആശ്രയിച്ച്
വസിച്ചിരുന്നു. നിപീതോർണവ തീരേഷു, ഞങ്ങൾ വല്ലപ്പോഴും ഒരിക്കൽ കടൽ തീരത്ത് ചെന്ന് നാളികേര രസാസവം അടിക്കുമായിരുന്നു എന്നർത്ഥം. നാളികേര രസാവം എന്ന് പറഞ്ഞാൽ തെങ്ങും കള്ള്, തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന കള്ളാണ്. നാളികേരത്തിൻ്റെ ആസവം എന്ന് പറഞ്ഞാൽ അതിനെ പുളിപ്പിച്ച്, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തെങ്ങും കള്ള്. ആ കള്ള് കടൽ തീരത്ത് ചെന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അടിക്കുമായിരുന്നു. കൊള്ളാം, നല്ല ചക്രവർത്തി, നമുക്ക് പറ്റിയ ആൾ തന്നെ. അപ്പം അങ്ങനെ വളരെയധികം ഞാൻ ജീവിതത്തെ എൻജോയ് ചെയ്തു എന്നാണ് പറയുന്നത്. ജീവിതത്തെ നല്ലതുപോലെ ആസ്വദിച്ചു. ആര്യാഹ പൂജ്യാഹ ബ്രാഹ്മണാഹ, ധാരാളം ബ്രാഹ്മണർക്ക് ഞാൻ അഭയം കൊടുത്തു. അവരുടെ കൃത്യങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സൗകര്യമൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. അർണവതീരേഷു ഇത്യുക്ത്യ ചതുസ്സമുദ്രാന്തം ദിഗ്വിജയോ ഗമ്യതേ, ദിഗ്വിജയം നടത്തി. അങ്ങനെ 4 ഭാഗത്തും, ഭൂമിയുടെ 4 ഭാഗത്തും അതിർവരമ്പ് എന്ന് പറയുന്നത് കടലാണ്. ഇങ്ങനെ കടലുകളോളം വ്യാപിച്ചിരിക്കുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ ഉടമയായി ഞാൻ കഴിഞ്ഞിരുന്നു. ഇതൊക്കെ ഈ രാജാവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വിചാരങ്ങളാണ്. ദുഷാമാകമ്പിതാ ഭേഗഗളാംഗത്വഗിവാസവഃ മച്ഛാസനാങ്കിതാ ജാതാ ദ്വീപാന്തരകുലാചലാഹ. ശത്രുക്കളൊന്നും എന്നെ എതിർക്കാൻ അല്പം പോലും ധൈര്യപ്പെട്ടില്ല. ദ്വിഷഃ അസവഃ പ്രാണാഃ ഭേഗാനാം രടനകാലേ ഗളലക്ഷണേ അംഗേ പ്രസിദ്ധാ ത്വകിവ ആകമ്പിതാഃ. ശത്രുക്കളൊക്കെ എന്നെ കണ്ട ആലില പോലെ വിറയ്ക്കുമായിരുന്നു. അവർ എന്നെ കണ്ട് എങ്ങനെയാണ് വിറച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ, തവള കരയുമ്പോൾ, തവള ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തൊണ്ടയിലുള്ള ഒരു ചെറിയ സ്തരം എന്ന് പറഞ്ഞാൽ ഒരു തൊലി, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. തവളയുടെ വായിലുള്ള, അതിൻ്റെ കണ്ഠത്തിലുള്ള ആ ത്വക്ക്, ഒരു നേർത്ത സ്തരം എങ്ങനെയാണോ കമ്പനം ചെയ്യുന്നത്, അതുപോലെ എന്നെ കണ്ട എൻ്റെ ശത്രുക്കൾ വല്ലാതെ ഭയന്നു വിറച്ചു. മച്ഛാസനാങ്കിതാ ജാതാഹ ദ്വീപാന്തര കുലാചലാഹ. ധാരാളം ദ്വീപുകളും കുലപർവ്വതങ്ങളും എല്ലാം എൻ്റെ അധീനതയിൽ അകപ്പെട്ടു. എല്ലാറ്റിനെയും ഞാൻ കീഴ്പ്പെടുത്തി. വിഹൃതം സിദ്ധസേനാസു ദിഗന്ത നവഭൂമിഷു ഭൂമ്യന്ത ഭൂഭൃതാം മൂർധ്നി വിശ്രാന്തം മേഘലീലയാ. എന്നെ എതിർത്ത് ആരും തന്നെ എതിർക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. പക്ഷേ പണ്ട് എന്നെ എതിർത്ത് ധാരാളം രാജാക്കന്മാർ യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നു. ആ രാജാക്കന്മാരെയൊക്കെ ഞാൻ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി. ആ രാജാക്കന്മാരുടെ ശിരസിൽ ഞാൻ എൻ്റെ പാദങ്ങളെ വെച്ചു. എന്ന് പറഞ്ഞാൽ ചവിട്ടിയെന്നല്ല, അവരുടെ കിരീടം എൻ്റെ പാദത്തിൽ പതിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ രാജാവിനെ അവർ വണങ്ങുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മേൽക്കോയ്മ മറ്റ് രാജാക്കന്മാർ അംഗീകരിച്ചിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ രാജാക്കന്മാരുടെയും മുകളിൽ ആകാശത്തിലൂടെ പോകുന്ന മേഘത്തെ പോലെ അങ്ങനെ ആ ഉന്നതമായ ഒരവസ്ഥയിൽ ഞാൻ കഴിഞ്ഞിരുന്നു. ഇപ്പം ഇതൊക്കെ എന്തിനാ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ രാജാവിന് ഒരു ഭയം ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. ഈ യുദ്ധത്തിലെങ്ങാനും താൻ പരാജയപ്പെട്ടു പോകുമോ? ഇങ്ങനെ ഒരു ഭയം ഉണ്ടായതുകൊണ്ടാവണം ഇങ്ങനെയുള്ള ചിന്തകൾ രാജാവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ധിയേവോച്ചൈഃ പദേ ജ്ഞാനപൂർണൈകാന്തശീലയാ വിലബ്ധാന്യവിനഷ്ടാനി രാഷ്ട്രാനീഷ്ടാർത്ഥകാരിണ. ധിയൈവ ഉച്ചൈഃ പദേ ജ്ഞാനപൂർണയാ ഏകാന്തശീലയാ. നിർമ്മലമായ ബുദ്ധി കൊണ്ട് ഞാൻ കുറേയൊക്കെ ഈശ്വരതത്വത്തെ ധ്യാനിച്ചിട്ടുമുണ്ട്.
എൻ്റെ ബുദ്ധി ജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരുന്നു. ഏകാന്തതയിൽ ഞാൻ ധാരാളം ഈശ്വരധ്യാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ജീവിതം തള്ളി നീക്കി. യഥാ ജ്ഞാനപൂർണയാ ധിയാ ഏകാന്ത സമാധിശീലയാ ഉജ്ജയിപ്പതേ ബ്രഹ്മണി വിശ്രാന്തം തദ്വത്. ഒരു ജ്ഞാനിയുടെ മനസ്സ് എങ്ങനെയാണോ ഏകാന്തതയിൽ ഉന്നതമായ ആ ബ്രഹ്മതത്വത്തിൽ വിശ്രമിക്കുന്നത്, അതുപോലെ പ്രജാനാം ഇഷ്ടാർത്ഥകാരിണ മയാ രാഷ്ട്രാണി അവിനഷ്ടാനി വിവൃദ്ധാനി ലബ്ധാനി. പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി ഞാൻ ധാരാളം ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കി. അതിനെയൊക്കെ ഞാൻ അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ക്ഷേമത്തെ ഉദ്ദേശിച്ച് ഭരിക്കുകയും ചെയ്തു. രക്ഷാംസ്യപ്യവിനീതാനി ബദ്ധാനി നികടൈർഘനൈഃ ധർമാർത്ഥകാമൈരന്യോന്യം ചയാപചയവർജിതൈഃ. മനുഷ്യരെ മാത്രമല്ല ഞാൻ കീഴ്പ്പെടുത്തിയത്, രാക്ഷസന്മാരെയും ഞാൻ അമർച്ച ചെയ്തു. അവരെയൊക്കെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗൃഹത്തിൽ അല്ലെങ്കിൽ തുറുങ്കിലടച്ചു. തൻ്റെ വീരപരാക്രമം, സാഹസ പ്രവൃത്തികളെയൊക്കെ കുറിച്ച് രാജാവ് ചിന്തിക്കുകയാണ്. അവിനീതാനി അവിനയയുക്താനി ലങ്കാതി നിലയാനി രക്ഷാംസ്യപി ഘനൈർ നികടൈർ ബദ്ധാനി. അവിനീതന്മാർ എന്ന് പറഞ്ഞാൽ വിനയം അല്പം പോലും ഇല്ലാത്തവർ, എന്നെ എതിർക്കാൻ തയ്യാറായവർ. അങ്ങനെയുള്ളവർ ലങ്ക പോലെയുള്ള രാജ്യങ്ങളിൽ പല ആൾക്കാരുണ്ടായിരുന്നു. രാവണനില്ല, രാവണൻ്റെ കാലത്ത് നടന്ന കഥയല്ല. അങ്ങനെയുള്ള ശ്രീലങ്ക മുതലായ ദ്വീപുകളിൽ എന്നെ എതിർത്ത രാക്ഷസന്മാരെയും ഞാൻ കഠിനമായ നല്ല ബലമുള്ള ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് എൻ്റെ കാരാഗൃഹത്തിൽ അടച്ചു. അഖണ്ഡിതൈർമയാനീതം പീതാദീശസാവയഃ ഇദാനീം ഷഷ്പവിശ്രാന്ത പ്രാലേയഭരഭാസുരം. ഇങ്ങനെ ജീവിതത്തിൽ സുഖം ആവശ്യത്തിൽ കൂടുതൽ ഞാൻ അനുഭവിച്ചു. ഒരു കുറവുമില്ലായിരുന്നു. നല്ല പോലെ ജീവിതം ആസ്വദിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അഖണ്ഡിതൈർമയാനീതം പീതാദി യശസാവയഃ. എൻ്റെ യൗവനം, യുവത്വം, എൻ്റെ ചെറുപ്പം ഞാൻ നല്ല പോലെ അടിച്ചു പൊളിച്ചു. എല്ലാ സുഖങ്ങളും നല്ല പോലെ അനുഭവിച്ചു. ഇദാനീം ഷഷ്പവിശ്രാന്ത പ്രാലേയഭരഭാസുരം. ഇപ്പോൾ എൻ്റെ അവസ്ഥ ഒരു പുൽക്കൊടിയുടെ അഗ്രത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു ഹിമഗണം പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഹിമത്തിൻ്റെ നിറം, മഞ്ഞിൻ്റെ നിറം എന്ന് പറയുന്നത് വെള്ളയാണല്ലോ. ഇപ്പോൾ ഏതാണ്ട് എനിക്ക് വയസ്സായി, ഞാനിപ്പോൾ വൃദ്ധനായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഷഷ്പം എന്ന് പറഞ്ഞാൽ ഇളം പുല്ല്, പുല്ലിൻ്റെ അഗ്രത്തിൽ വിശ്രമിക്കുന്ന ഒരു മഞ്ഞുതുള്ളി പോലെയായി തീർന്നിരിക്കുന്നു എൻ്റെ അവസ്ഥ. അന്യോന്യം അഖണ്ഡിതൈഃ ജയേന ഉപജയേന അപജയേന ച വർജിതൈഃ. വലിയ പ്രതിസന്ധികളൊന്നും എനിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്നില്ല. സമസഞ്ചിതൈരിതിയാവത്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ കുറേ യുദ്ധമൊക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷേ മിക്കവാറും വളരെ സമാധാനപൂർണമായ ഒരു ജീവിതമാണ് ഞാൻ നയിച്ചത്. ധർമാർത്ഥ കാമൈർ വയോനീതം. ധർമ്മം, അർത്ഥം, കാമം, ഈ മൂന്ന് കാര്യങ്ങളെ ഞാൻ എൻ്റെ യൗവനത്തിൽ നല്ലതുപോലെ അനുഷ്ഠിച്ചു. എന്ന് പറഞ്ഞാൽ ധാരാളം സത്കർമ്മങ്ങൾ ചെയ്തു, ധാരാളം സ്വത്ത് സമ്പാദിച്ചു. ആ സമ്പത്ത് ഉപയോഗിച്ച് പലതരത്തിലുള്ള ലൗകിക സുഖങ്ങളും ഞാൻ അനുഭവിച്ചു. പീതാദി യശസേവ സാമ്പ്രതം ജരാ ധവളേന മയാ ഷഷ്പേഷു തൃണാങ്കുരേഷു വിശ്രാന്ത പ്രാലേയാതിശയ ഇവ ഭാസുരം ധവളം വാർദ്ധകമാഗതമിതി പരേണാന്വയ. ഇപ്പോഴാണ് തനിക്ക് വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞു എന്നുള്ള സത്യം ഈ ചക്രവർത്തി മനസ്സിലാക്കുന്നത്. ജര കൊണ്ട് ധവളമായിരിക്കുന്നു, ജരയും നരയും, മുടിയൊക്കെ നരച്ചു. ഇപ്പോൾ ഈ വെളുത്ത നിറം കാരണമായി ഒരു പുൽക്കൊടിയുടെ അഗ്രത്ത്
തൂങ്ങി നിൽക്കുന്ന ഒരു മഞ്ഞുതുള്ളി പോലെ ആയിരിക്കുന്നു എൻ്റെ അവസ്ഥ. ഞാൻ വൃദ്ധനായിരിക്കുന്നു. ഇതൊക്കെ നേരത്തെ ആലോചിക്കണ്ടേ? ശത്രുക്കൾ യുദ്ധം ചെയ്യാൻ വേണ്ടി നഗര അതിർത്തി വരെ എത്തിക്കഴിഞ്ഞു. അപ്പോഴാണോ ഈ കാര്യങ്ങൾ ആലോചിക്കുന്നത്? ഇതുവരെ ആലോചിക്കാൻ സമയം കിട്ടിയില്ല അദ്ദേഹത്തിന്. ഈ വൈകിയ വേളയിൽ താൻ വൃദ്ധനായി, താൻ ഒരുപക്ഷെ മരിച്ചുപോകും, ശത്രുക്കളുടെ കൈകൊണ്ട് തനിക്ക് മരണം സംഭവിക്കും എന്ന ഒരു ഭയം അദ്ദേഹത്തെ പിടികൂടിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ആഗതം വാർദ്ധകം സർവഭോഗ സംരംഭമാർജനം തസ്യോപര്യരയോ രൗദ്രാ ബലവന്തോ രണൈഷിണഃ. എന്നെ വാർദ്ധക്യം പിടികൂടിയിരിക്കുന്നു. സർവഭോഗ സംരംഭമാർജനം, ശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്ന സകല സുഖങ്ങളെയും തുടച്ചു നീക്കുന്നതാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്. തളർച്ചയാണ്. വൃദ്ധനാവുക എന്ന് പറഞ്ഞാൽ തളരുക. ഭോഗ്യപദാർത്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ നിരന്നിരിക്കുന്നുണ്ടാവും, പക്ഷേ ഒന്നും അനുഭവിക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിനുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് എല്ലാ ഭോഗങ്ങളെയും അനുഭവിക്കാൻ പറ്റാതാക്കി തീർക്കുന്നു. സുഖങ്ങൾ അനുഭവിക്കാനുള്ള ശക്തിയെ മുഴുവൻ തുടച്ചു നീക്കുന്നതാണ് ഈ വാർദ്ധക്യം. അതുകൂടാതെ തസ്യ ഉപരി അരയഹ രൗദ്രാഹ, ഭീകരരായ ശത്രുക്കൾ ഇതാ എത്തിക്കഴിഞ്ഞു. ബലവന്തോ രണൈഷിണഃ, അത്യധികം ബലവാന്മാരാണവർ, യുദ്ധക്കൊതിയന്മാരാണ്. അങ്ങനെയുള്ള ശത്രുക്കൾ രാജ്യ അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞു. സംഭൂയ സർവതഃ പ്രാപ്ത സന്ദിഗ്ധോ വർത്തതേ ജയഃ തദിഹൈവാനലായാസ്മൈ ദേവായ ജയദായിനേ. അവരെല്ലാവരും ഒത്തുചേർന്ന് സംഘം ചേർന്നെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വിജയം സന്ദിഗ്ധാവസ്ഥയിലാണ്. ഞാൻ ജയിക്കുമെന്ന് എനിക്ക് ഇപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം 3 സാമന്ത രാജാക്കന്മാരെയും അവർ കൊന്നുകഴിഞ്ഞു. അവരുടെ സൈന്യത്തെയെല്ലാം അവർ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ എൻ്റെ നഗരം ലക്ഷ്യമാക്കി അവർ വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ വിജയം ഇപ്പോൾ സംശയാസ്പദമാണ്. ഞാൻ ഈ യുദ്ധത്തിൽ ജയിക്കുമെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. തദിഹൈവ അനലായാസ്മൈ ദേവായ ജയദായിനെ. അതുകൊണ്ട് ജയത്തെ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഈ അഗ്നിദേവനെ ഞാൻ പൂജിക്കാൻ പോകുന്നു. അഗ്നിയെ ഉപാസിക്കുന്നവർക്ക് വിജയം സുനിശ്ചിതം എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നത് കൊണ്ട് ഈ അനലൻ അഗ്നിദേവനായിക്കൊണ്ട് ഞാൻ പൂജ ചെയ്യാൻ പോകുന്നു. അങ്ങനെയെങ്കിലും എനിക്ക് വിജയം കിട്ടുമോ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കാം. മസ്തകാഹുതിമേവേമാം സമുദ്യമ്യ ദദാമി വൈ. ഈ അഗ്നിയെ ഞാൻ എങ്ങനെയാണ് ആരാധിക്കാൻ പോകുന്നതെന്നറിയാമോ? എൻ്റെ തല കൊയ്ത് ആ അഗ്നിയിൽ നിക്ഷേപിച്ച് എൻ്റെ തല വെട്ടി ഞാൻ ആ അഗ്നിക്ക് സമർപ്പിക്കും. എൻ്റെ ജീവൻ ഹോമിച്ച്. അപ്പോൾ ജീവൻ ഹോമിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാ ജയിക്കുക? എൻ്റെ സൈന്യം ജയിച്ചാൽ മതി, ഞാൻ ജയിച്ചതുപോലെ തന്നെ. ഇപ്പോൾ എൻ്റെ പക്ഷം, എൻ്റെ സേന ജയിക്കാൻ വേണ്ടി മസ്തകാഹുതി, എൻ്റെ തല വെട്ടി ഞാൻ അഗ്നിയിൽ ആഹുതി ചെയ്യും. സമുദ്യമ്യ ദദാമി വൈ, അതിനും ഞാൻ മടിക്കില്ല എന്ന് ഉള്ളിൽ തീരുമാനിച്ച് രാജോവാച, രാജാവ് പറഞ്ഞു, കൃശാനോ ദേവമൂർധായം തുഭ്യമാഹുതിതാം ഗതഃ. അല്ലയോ അഗ്നിദേവ, എൻ്റെ ഈ ശിരസ് ഒരു ചക്രവർത്തിയുടെ ശിരസാണ്. ഈ ശിരസിനെ ഞാൻ ആഹുതി രൂപത്തിൽ എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ നിക്ഷേപിക്കപ്പെടുന്നതിനെയാണ്, ഹോമദ്രവ്യങ്ങളെയാണ് ആഹുതി എന്ന് പറയുന്നത്. ഒരു ആഹുതിയായി എൻ്റെ ശിരസിനെ ഞാനിതാ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മയാ പൂർവം പുരോടാശ ഇവ ദേവേശ ദീയതേ. പണ്ട് ഞാൻ അങ്ങേക്ക് പലതരത്തിലുള്ള ഹോമദ്രവ്യങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അഗ്നിയിൽ പലതരത്തിലുള്ള ഹോമദ്രവ്യങ്ങളും നൽകി ഞാൻ അങ്ങയെ ആരാധിച്ചിരുന്നു പണ്ട്. ഇപ്പോഴിതാ എൻ്റെ ശിരസിനെ തന്നെ ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു. യതി തുഷ്ടോസി ഭഗവൻ തദനേന കൃതേന മേ.
ഇതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടുന്നുവെങ്കിൽ ഞാൻ അങ്ങേയറ്റം ധന്യനാണ്. എൻ്റെ ഈ ശിരസ് ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു, അങ്ങ് ഇത് സ്വീകരിക്കണം. എന്നിട്ട് എൻ്റെ സൈന്യത്തിന് വിജയം നൽകണം. ചത്വാരോ ഭവതഃ കുണ്ടാത് സ്വദേഹാഃ പ്രോദ്ഭവന്തു മേ ബലവന്തഃ ശ്രിയാദീപ്ത നാരായണഭുജാ ഇവ. ഞാൻ എൻ്റെ ജീവൻ തന്നെ ആഹുതി ചെയ്യുകയാണ്. 4 അഗ്നികുണ്ഡങ്ങൾ ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ 4 അഗ്നികുണ്ഡങ്ങളിലും ഞാൻ അഗ്നിയെ തീ കത്തിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ ശിരസിനെ അഗ്നിയിൽ നിക്ഷേപിക്കാൻ പോകുന്നു. എനിക്ക് 4 തേജോമയങ്ങളായ ശരീരങ്ങൾ വേണം. അതായത് ഞാൻ മരിച്ചിട്ട് 4 പ്രകാശം ചൊരിയുന്ന ശരീരങ്ങൾ അങ്ങ് എനിക്ക് നൽകണം. അപ്പോൾ 1 കൊടുത്തിട്ട് 4 വാങ്ങിക്കാനാണ് മൂപ്പരുടെ ഉദ്ദേശം. അപ്പോൾ മണ്ടനാണെന്ന് വിചാരിക്കരുത്. ഈ ശരീരത്തെ കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രാണനെ ആഹുതി ചെയ്ത് ബലവന്ത ശ്രിയാദീപ്താഹ, അത്യന്തം ബലിഷ്ഠങ്ങളും ഐശ്വര്യം കൊണ്ട് പ്രകാശിക്കുന്നതുമായ മഹാവിഷ്ണുവിൻ്റെ 4 കൈകൾ എങ്ങനെയാണോ അതുപോലെ അത്രയും പ്രകാശമയങ്ങളായ 4 ദേഹങ്ങളെ അല്ലയോ അഗ്നിദേവ അങ്ങ് എനിക്ക് നൽകണം. തൈശ്ചതുർദിക്കമേവാരീൻ വധ്യാമ്യഹമവിഘ്നതഃ ത്വയാ ച ദർശനം ദേയം മഹ്യം മതിമതേ വിഭോ. ഈ 4 തേജോമയങ്ങളായ എന്ന് പറഞ്ഞാൽ ബലിഷ്ഠങ്ങളും ഐശ്വര്യം കൊണ്ട് വെട്ടിത്തിളങ്ങുന്നതുമായ ഈ 4 ശരീരങ്ങൾ അങ്ങ് എനിക്ക് തരണം. ആ 4 ശരീരങ്ങൾ ഉപയോഗിച്ച് ഞാൻ ഈ ശത്രുക്കളെ കീഴ്പ്പെടുത്തും. കാരണം ഈ ചക്രവർത്തിയുടെ ഈ വൃദ്ധനായ ചക്രവർത്തിക്ക് ശത്രുക്കളെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ എനിക്ക് 4 തേജോമയങ്ങളായ ശരീരങ്ങൾ നൽകണം. തൈഹി, ആ ശരീരങ്ങളുടെ സഹായത്താൽ ചതുർദിക്കമേവാരീൻ, 4 ദിക്കും വ്യാപിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ 4 ഭാഗവും വളഞ്ഞിരിക്കുന്ന ഈ ശത്രുക്കളെ വധ്യാമി അഹം അവിഘ്നതഃ, ഒരു വിഘ്നവുമില്ലാതെ ഒരു തടസ്സവും കൂടാതെ ഈ ശത്രുക്കളെയൊക്കെ ഞാൻ കൊന്നൊടുക്കും. ത്വയാച ദർശനം ദേയം, അതുകൊണ്ട് അങ്ങ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം. അല്ലയോ അഗ്നിദേവ അങ്ങ് എനിക്ക് ദർശനം തരണം. മഹ്യം മതിമതേ വിഭോ, ഞാൻ ബുദ്ധിമാനാണ് എന്നാണ് എൻ്റെ വിചാരം. അല്ലെങ്കിൽ എൻ്റെ പ്രാണനെ ഞാൻ അങ്ങേക്ക് തരികയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ബുദ്ധിമാനാണ് എന്ന് ഞാൻ സ്വയം വിചാരിക്കുന്നു. അങ്ങനെയുള്ള എനിക്ക് അല്ലയോ അഗ്നിദേവ അങ്ങ് ദർശനം തരണം, അങ്ങ് പ്രത്യക്ഷപ്പെടണം എന്നാണ് അഗ്നിയോട് ഈ ചക്രവർത്തി അപേക്ഷിക്കുന്നത്. ശ്രീ വസിഷ്ഠ ഉവാച, ഇനി വസിഷ്ഠ മഹർഷി പറയുകയാണ്. ഇത്യുക്ത്വാ സമഹീപാല ഖഡ്ഗമാദായ ചിച്ഛിദേ ശിരഃ കമലമാലോലം ലീലയേവാശുബാലകഃ. ഇത്രയും പറഞ്ഞിട്ട് ആ ചക്രവർത്തി വാളെടുത്ത് തൻ്റെ ശിരസിനെ ഛേദിച്ചു, തൻ്റെ തല വെട്ടിയിട്ടു. ഏതുപോലെ ശിരഃ കമലമാലോലം ലീലയേവാശുബാലകഃ, തൻ്റെ ശിരസിനെയാണ് അദ്ദേഹം ഛേദിച്ച് അഗ്നിയിൽ നിക്ഷേപിച്ചത്. ഏതുപോലെ ഒരു താമരമലർ, ഒരു ബാലൻ താമര പൊയ്കയിൽ നിന്നും എത്ര അനായാസമായിട്ടാണോ പൊട്ടിച്ചെടുക്കുന്നത്, അതുപോലെ അത്രയും ലാഘവത്തോടുകൂടെ തൻ്റെ ശിരസിനെ വെട്ടി ആ അഗ്നികുണ്ഡത്തിൽ നിക്ഷേപിച്ചു. ഛിന്നമേവ ശിരോ യാവജ്ജുഹോത്യസിതവർത്മനെ താവച്ഛരീരേണ സഹ പപാദാഗ്നൗ സപാർത്ഥിവഃ. തലയെ വെട്ടി ആ തല അഗ്നികുണ്ഡത്തിൽ പതിച്ചു. അസിതവർത്മാവ്, പോകുന്ന സ്ഥലത്തൊക്കെ കറുത്ത നിറത്തോടുകൂടി വ്യാപിക്കുന്നവൻ, അതാണ് അഗ്നി. അഗ്നി കത്തി കത്തി പടരുമ്പോൾ പോകുന്ന സ്ഥലമൊക്കെ
കറുത്ത നിറത്തിലാവുമല്ലോ. അസിതവർത്മാവായ ആ അഗ്നിയിൽ തൻ്റെ ശിരസിനെ നിക്ഷേപിച്ചു. തല വെട്ടി ഇട്ടതോടുകൂടി തലയില്ലാത്ത ആ ശരീരം, കബന്ധം, അതിൽ ജീവൻ നഷ്ടപ്പെട്ടു. ആ ശരീരവും അതേ ഹോമകുണ്ഡത്തിൽ മറിഞ്ഞു വീണു. ആ അഗ്നിയിൽ തന്നെ ആ ശരീരവും നിലംപതിച്ചു. താവത് ശരീരേണ സഹ പപാത അഗ്നൗ സ പാർത്ഥിവ. ആ ചക്രവർത്തി അങ്ങനെ അഗ്നികുണ്ഡത്തിൽ പതിച്ചു. ഭുക്വാധവൻഹിസ്തം ദേഹം ദദാവസ്മൈ ചതുർഗുണം മഹതാമുപയുക്തം ഹി സദ്യ ഏവാഭിവർദ്ധതേ. ആ ചക്രവർത്തിയുടെ ശരീരത്തെ അഗ്നിദേവൻ ഭക്ഷിച്ചിട്ട് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ, ഈ ചക്രവർത്തി എന്താണോ ആഗ്രഹിച്ചത് അതുപോലെയുള്ള 4 ദിവ്യ ശരീരങ്ങളെ അഗ്നിദേവൻ ഈ ചക്രവർത്തിക്ക് പ്രദാനം ചെയ്തു. മഹതാം ഉപയുക്തം ഹി സദ്യ ഏവ അഭിവർദ്ധതേ. എപ്പോഴും അങ്ങനെയാണ്. മഹാത്മാക്കൾക്ക് നാം ചെയ്യുന്ന ചെറിയ ഉപകാരം, ഒരു ചെറിയ സഹായം, അത് 10 മടങ്ങായി നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. ഒരു ശരീരത്തെ അഗ്നികുണ്ഡത്തിൽ ഹോമിച്ചപ്പോൾ ഉജ്ജ്വലങ്ങളായ, ബലിഷ്ഠങ്ങളായ, അനേകം ഐശ്വര്യങ്ങളോടുകൂടിയ 4 ശരീരങ്ങൾ അഗ്നിദേവൻ ഈ ചക്രവർത്തിക്ക് നൽകി. ഭുക്ത്വ ഹവിഷ്ട്വേന ഉപയുജ്യ. ഹവിസ്സായിട്ട് എന്ന് പറഞ്ഞാൽ ഹോമദ്രവ്യമായിട്ടാണ് തൻ്റെ ശിരസിനെയും ശരീരത്തെയും ചക്രവർത്തി അഗ്നിദേവനായി സമർപ്പിച്ചത്. മഹതാം ഉപയുക്തം മഹദ്ഭിഹി സ്വീകൃതം ഇത്യർത്ഥ. മഹാത്മാക്കൾ നമ്മുടെ എന്തെങ്കിലും ഒരു സഹായത്തെ അവർ അംഗീകരിച്ചാൽ, സ്വീകരിച്ചാൽ മനസ്സിലാക്കിക്കോളൂ, അത് 10 മടങ്ങായി അതിൻ്റെ പുണ്യം നമുക്ക് തന്നെ തിരിച്ചു ലഭിക്കും. മഹതാം ഉപയുക്തം ഹി സദ്യ ഏവ അഭിവർദ്ധതേ. ചതുർമൂർത്തിരഥോത്തസ്ഥൗ പാവകാത് വസുധാധിപഃ പ്രജ്വലം തേജസാം പുഞ്ചൈർനാരായണ ഇവാർണവാത്. അഗ്നിയിൽ വീണ് അദ്ദേഹത്തിൻ്റെ ശിരസും ശരീരവും കത്തിച്ചാമ്പലായി. ആ 4 ഹോമകുണ്ഡങ്ങളിൽ ഓരോന്നിൽ നിന്നും ഓരോരോ ശരീരത്തോടുകൂടി ഈ ചക്രവർത്തി ഉയർത്തെഴുന്നേറ്റു. ദിവ്യമായ ശരീരങ്ങളോടുകൂടി ഈ ചക്രവർത്തി 4 രൂപത്തിൽ പ്രകടമായി. പ്രജ്വലൻ തേജസാം പുഞ്ചൈഹി. പ്രകാശമയമായ ശരീരം, തിളങ്ങുന്ന ശരീരം, ദേവന്മാരുടെ ശരീരം പോലെ വെട്ടിത്തിളങ്ങുന്ന കാന്തിമത്തായ ശരീരത്തോടുകൂടി ആ 4 അഗ്നികുണ്ഡങ്ങളിൽ നിന്നും ഈ ചക്രവർത്തി ഉയർത്തെഴുന്നേറ്റു. ആരെപ്പോലെ? നാരായണ ഇവാർണവാത്. പാലാഴിയിൽ നിന്ന് ഉയർന്നു വരുന്ന ശ്രീമൻ നാരായണനെ പോലെ, മഹാവിഷ്ണുവിനെ പോലെ 4 ദിവ്യ ശരീരങ്ങളോടുകൂടി ഈ ചക്രവർത്തി 4 ഹോമകുണ്ഡങ്ങളിൽ നിന്നും ആവിർഭവിച്ചു. തൽക്കാലം നമുക്ക് അവിടെ നിർത്താം.